അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. വർഷങ്ങൾക്ക് മുമ്പ് 2011 ഈ സ്ഥാപനം ആരംഭിക്കുന്ന ദിവസം അന്ന് ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന കാര്യദർശിയായിരുന്ന എൻ്റെ ബഹുമാന്യനായ അഭിവന്യ ഗുരു അനസ് ഉസ്താദ് അവർകൾ ഈ സ്ഥാപനത്തിലേക്ക് വരികയും കുട്ടികൾക്ക് ഹിഫ്ള് തുടങ്ങുന്ന സന്ദർഭത്തിൽ ആദ്യമായി കുട്ടികൾക്ക് ഫാത്തിഹ ഓതി ആരംഭം കുറിക്കുകയും ചെയ്തു. അന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പരിസരം ഇത്ര സജീവമായിരുന്നില്ല. സ്ഥാപനത്തിൻ്റെ ചുറ്റുപാടും വീടുകളുണ്ടായിരുന്നില്ല. നെല്ലിക്കട്ട ടൗണും അത്രയും വികസിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഒന്ന് കയറിയിരുന്ന വലിയ ഉപകാരമായിരിക്കും. പല സ്ഥലങ്ങളിൽ ചിതറിയിരിക്കുന്നതിന് പകരം എല്ലാവരും മുന്നോട്ട് കയറി ഒരുമിച്ചിരുന്നാൽ വലിയ ഉപകാരം. അപ്പം അന്ന് ഹിഫ്ള് തുടങ്ങുന്ന സന്ദർഭത്തിൽ ഈ ആൾപ്പാർപ്പില്ലാത്ത ഒരു ടൗൺ ഏരിയ അല്ലാത്ത ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു ഹിഫ്ള് സ്ഥാപനം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അതിലുണ്ടായിരുന്ന നമ്മുടെ ആശങ്ക മനസ്സിൽ കണ്ട് ബഹുമാനായ ഉസ്താദ് അവർകൾ പറയുകയുണ്ടായി, ഇവിടെ ഇന്ന് ആൾക്കാരില്ലാത്തത് കൊണ്ട്, നാട്ടുകാരില്ലാത്തത് കൊണ്ട്, ഒറ്റപ്പെട്ട ഒരു ഏരിയയിൽ നിങ്ങൾ സ്ഥാപനം തുടങ്ങുന്നത് കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഊഷരമായ ഭൂമിയിൽ, മരുഭൂമിയിൽ, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല വഅദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചത്, നീ വിളംബരം ചെയ്യുക, ആളുകൾ വളരെ ദൂര ദിക്കിൽ നിന്നും കാൽനടയായും വാഹനപ്പുറത്തേറിയും ഈ നാട്ടിലേക്ക് എത്തിക്കൊള്ളും. നമ്മുടെ സ്ഥാപനത്തിൻ്റെ 15ാം വാർഷികാഘോഷവും അതുപോലെ പുതിയ കെട്ടിട ഉദ്ഘാടനവും 4ാം സനദ്ദാന സമ്മേളനം നടക്കുമ്പോൾ എനിക്കാര്യം അൽഹംദുലില്ലാ 15 വർഷത്തിനിടയിൽ നൂറുകണക്കിന് ആളുകൾ ഹാഫിളായി പുറത്തിറങ്ങി. 3ഓളം ബാച്ചുകൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഖുർആനും ഹദീസും ഫിഖ്ഹും അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസവും നേടി ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും വിദേശ രാജ്യത്ത് ഈജിപ്ത് അതുപോലെ മദീന തുടങ്ങിയ രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ബഹുമാനരായ രക്ഷിതാക്കളെ, നാട്ടുകാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രിയങ്കരരായ സന്തതികളെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ആലിമീങ്ങളും മുത്താലിമീങ്ങളൊക്കെ ഉണ്ട്. ഈ സമൂഹത്തിൽ ഈ പറയുന്ന പണ്ഡിതന്മാർക്കിടയിൽ, സ്ഥാപനങ്ങൾക്കിടയിൽ അൽനൂർ ഇസ്ലാമിക് അക്കാഡമി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രസക്തി എന്താണ്? നമുക്ക് ഈ സമൂഹത്തിൽ ചെയ്യാനുള്ള ദൗത്യം എന്താണ്? അതിനെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, വൈജ്ഞാനിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ എല്ലാ രംഗത്തും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ
വിശ്വാസകാര്യങ്ങളിൽ, കർമ്മമേഖലകളിൽ, തസവൂഫിൻ്റെ മേഖലകളിൽ എല്ലാ രംഗങ്ങളിലും ഒന്നുകിൽ ഇഫ്രാത്തുണ്ടാകും, അല്ലെങ്കിൽ തഫ്രീത്തുണ്ടാകും. ഒന്നുകിൽ തീവ്രതയുണ്ടാകും, അല്ലെങ്കിൽ ജീർണതയുണ്ടാകും. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച, ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, അഹ്ലുസുന്നയുടെ ഇമ്മത്തുകൾ നമുക്ക് പഠിപ്പിച്ചത് തീവ്രതയുടെയും ജീർണതയുടെയും മധ്യേയുള്ള മിതമായ പാതയാണ്, മിതമായ നിലപാടാണ്. മഹാനായ ഇമാം തഹാവി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ അഖീദത്ത് തഹാവിയിൽ ഈ വിഷയം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അഹ്ലുസുന്നയുടെ നിലപാട് എല്ലാ രംഗങ്ങളിലും നിലപാടാണ്. ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ പൂർണ്ണമായും നിഷേധിച്ച മുഅത്തിലീങ്ങളായ ജഹ്മികൾ വന്നു. അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ മനുഷ്യരോട് ഉപമിച്ച മുശബ്ബിഹീങ്ങൾ വന്നു. അഹ്ലുസുന്നയുടെ നിലപാട് ഇത് രണ്ടിനെയും മധ്യേയാണ്. അള്ളാഹുവിൻ്റെ സിഫാത്ത് തശ്ബീഹ് ചെയ്യാതെ, സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താതെ, നിഷേധിക്കാതെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ സ്ഥാപിക്കുകയാണ് അഹ്ലുസുന്നയുടെ നിലപാട്. കർമ്മങ്ങൾക്ക് ഈമാനിൻ്റെ അടിസ്ഥാന സ്ഥാനം നൽകുകയും വിശ്വാസികളിൽ നിന്ന് പാപങ്ങളുണ്ടായാൽ അവരെല്ലാം പാപങ്ങളുണ്ടാകുമ്പോഴേക്ക് അവരെയൊക്കെ കാഫറാക്കുന്ന ഖവാരിജുകൾ രംഗത്ത് വന്നു. അതേസമയം അമലിനെ ഈമാനിൽ നിന്ന് വേർപ്പെടുത്തി എന്തെല്ലാം പാപങ്ങൾ ചെയ്താലും, അത് പാപങ്ങളാകട്ടെ കുഫറാകട്ടെ, ഏത് പാപം ചെയ്താലും അവൻ്റെ ഈമാനിനെ തരിമ്പും ബാധിക്കുകയില്ലെന്ന് പറഞ്ഞ വിശ്വാസികളിലേക്ക് യുക്തിവാദത്തിൻ്റെ, ലിബറലിസത്തിൻ്റെ വാതിലുകൾ മലക്കെ തുറന്നിടുന്ന മുർജിയാക്കളും ഉണ്ടായിട്ടുണ്ട്. അഹ്ലുസുന്നയുടെ വാദം ഇത് രണ്ടിനെയും മധ്യേയാണെന്ന് മഹാനവറുകൾ സ്ഥാപിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാ രംഗങ്ങളിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ രംഗത്ത് തീവ്രതയും ജീർണതയുമുണ്ട്. കുഫറിൻ്റെ, ഷിർക്കിൻ്റെ എല്ലാ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും പ്രവൃത്തികൾ നടത്തുകയും ചെയ്തുകൊണ്ട് നമ്മൾ മുസ്ലിമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഫറിൻ്റെ, ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും എല്ലാ ചിഹ്നങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കണം. അത്തരത്തിലുള്ള വാക്കുകളിൽ നിന്ന് സൂക്ഷിക്കണം, പ്രവൃത്തികളിൽ നമ്മൾ സൂക്ഷിക്കണം. അതേസമയം കുഫറിൻ്റെ, ഷിർക്കിൻ്റെ സാധ്യത മാത്രമുള്ള ഏതെങ്കിലും വാക്കുകളുടെ പേരിൽ, പ്രവൃത്തികളുടെ പേരിൽ ലാ നുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബല, അഹ്ലുൽ ഖിബലയിൽപ്പെട്ട ആരെയും കാഫിറാക്കുകയില്ല എന്ന അഹ്ലുസുന്നയുടെ നിലപാടാണ് വിശ്വാസത്തിൽ നമുക്കുള്ള മിതമായ നിലപാട്. കർമ്മശാസ്ത്രത്തിൽ നമുക്ക് ഈ ജീർണതയും തീവ്രതയും കാണാം. ഒരു ഭാഗത്ത് മദ്ഹബിനെ നിരാകരിക്കുകയും മദ്ഹബ് സ്വീകരിക്കുന്നത് വലിയ പാപമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും അത്തരം ആളുകളെ പരിഹസിക്കുകയും ചെയ്യുന്ന, ഒരു യോഗ്യതയുമില്ലാതെ ഇജ്തിഹാദ് വാദം നടത്തുന്ന തീവ്രത നമുക്ക് കാണാം. മറുവശത്ത് വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും വളരെ വ്യക്തമായി എതിരായാൽ പോലും ആരുടെ വാക്കുകൾ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ വാക്കുകൾ വ്യക്തമായും ഖുർആനും സുന്നത്തിനും എതിരാണെന്ന് കണ്ടാൽ പോലും അതൊക്കെ പൂർണ്ണമായും അംഗീകരിക്കുന്ന തികഞ്ഞ മദ്ഹബി പക്ഷപാതിത്വമെന്ന ജീർണതയും നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക കർമ്മത്തിൻ്റെ സത്തയായ, അതിൻ്റെ ആത്മാവായ തസവൂഫിനെ പൂർണ്ണമായും നിരാകരിക്കുന്ന തീവ്രത ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ, മറുവശത്ത് തസവൂഫിൻ്റെ പേരിൽ എല്ലാ തരത്തിലുള്ള അനാചാരങ്ങളും ബിദ്അത്തുകളും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുന്ന ജീർണതയും നമുക്ക് കാണാൻ കഴിയും. ഈ എല്ലാ മേഖലകളിലും പൂർണ്ണമായും നിലപാടായിരിക്കണം നമ്മുടെ അൽനൂറിൻ്റെ സന്തതികൾ മുന്നോട്ട് വെക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ മനുഷ്യരോടും, അത് ഏത് മതക്കാരാകട്ടെ, മുസ്ലിമീങ്ങളാകട്ടെ അമുസ്ലിമീങ്ങളാകട്ടെ, എല്ലാ മനുഷ്യരോടും നീതിയോടുകൂടിയും സഹിഷ്ണുതയോടുകൂടിയും വർത്തിക്കുക എന്ന നിലപാടായിരിക്കണം നമ്മുടേത്. എല്ലാ മുസ്ലിമീങ്ങളോടും, മുഴുവൻ മുസ്ലിമീങ്ങളോടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞ മുഴുവൻ മുസ്ലിമീങ്ങളും, അവരിൽ അഹ്ലുസുന്നയുടെ ആളുകളുണ്ടാകാം, മുബ്തദികളെ ആളുകളുണ്ടാകാം, മുഴുവൻ ആളുകളോടും അവർ മുസ്ലിമാണ് എന്ന ഒരൊറ്റ കാരണത്താൽ ഒരു മുസ്ലിമിന് കൊടുക്കേണ്ട എല്ലാ ഇഹ്തിറാമും ആദരവും ബഹുമാനവും ആദാബും കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അഹ്ലുസുന്നയുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഹ്ലുസുന്നയുടെ അടിസ്ഥാനം അംഗീകരിക്കുന്ന, വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന, പ്രവാചകൻ്റെ സുന്നത്ത് അംഗീകരിക്കുന്ന, സഹാബത്തിൻ്റെ ഇജ്മാ അംഗീകരിക്കുന്ന, മുൻഗാമികളുടെ ഇജ്മാ അംഗീകരിക്കുന്ന, സലഫുകളെ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളും അവരെല്ലാം അഹ്ലുസുന്നയുടെ ഭാഗമാണ്.
നമ്മുടെ നാട്ടിലെ എല്ലാ പ്രസ്ഥാനങ്ങളും അവരെല്ലാം ഖുർആൻ അംഗീകരിക്കുന്നവരാണ്, സുന്നത്ത് അംഗീകരിക്കുന്നവരാണ്, സഹാബത്തിൻ്റെ ഇജ്മാ അംഗീകരിക്കുന്നവരാണ്. ഇവരെല്ലാം അഹ്ലുസ് സുന്നയുടെ ഭാഗമാണ്. അവരിൽ തന്നെ പലതരത്തിലുള്ള പിഴവുകളുണ്ടാകാം, വ്യതിയാനങ്ങൾ വന്നു പോയിട്ടുണ്ടാകാം. അതിൻ്റെ പേരിൽ ആരെയും അഹ്ലുസ് സുന്നയിൽ നിന്നും പുറത്താക്കാൻ പാടില്ല. എല്ലാവരോടും അവർക്കെല്ലാം കുല്ലുഹും മഅ്ദൂർ. ഇമാം ദഹബി റഹിമഹുല്ലാഹി പറഞ്ഞതുപോലെ അവർക്കെല്ലാം എന്തെങ്കിലും ന്യായങ്ങൾ നമ്മൾ കൊടുക്കണം. വ്യാഖ്യാനത്തിൻ്റെ പഴുതേ കൊടുത്തുകൊണ്ട് അവരെയെല്ലാം അഹ്ലുസ് സുന്നത്തിൻ്റെ ആളുകളായി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ദഹബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സിയാർ അലാമിൻ നുബലായിൽ മഹാനായ യൂനുസ് ബിൻ അബ്ദുൽ അല എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ ഒരു ഉദ്ധരണി കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, മാ റഅയ്തു അഅഖല മിന ശാഫിഈ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അവരുകളേക്കാൾ ബുദ്ധിയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കൽ കുറേ നേരം തർക്കിച്ചതിനൊടുവിൽ അദ്ദേഹവുമായിട്ട് ഞാൻ പിരിഞ്ഞുപോയി. പിന്നീട് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അവരുകൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ കൈപിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മുഴുവൻ അൽനൂറിൻ്റെ മുഴുവൻ സന്തതികളും അവരുടെ മനസ്സിൽ കുത്തിവെക്കേണ്ട, മുഴുവൻ മുസ്ലിം സഹോദരങ്ങളും അവരുടെ ഹൃദയത്തിൽ കുത്തിവെക്കേണ്ട വാക്കാണത്. അല്ലാ യസ്തഖീം ഇഖ്വാനൻ വഇല്ലം നത്തഫിഖ് ഫിൽ മസ്അല. അല്ലാ യസ്തഖീം അൻ നകൂന ഇഖ്വാനൻ വഇല്ലം നത്തഫിഖ് ഫിൽ മസ്അല. നമുക്ക് മസ്അലയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും നമുക്ക് ഒരു സഹോദരങ്ങളായി ജീവിച്ചുകൂടെ, സഹോദരങ്ങളായി മുന്നോട്ട് പോയിക്കൂടെ എന്ന് മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അവர்கள் യൂനുസ് ബിൻ അബ്ദുൽ അല എന്ന് പറയുന്ന പണ്ഡിതനോട് പറയുന്നുണ്ട്. ഈ ഉദ്ധരണി കൊടുത്തുകൊണ്ട് ഇമാം ദഹബി റഹിമഹുല്ലാഹ് അവർക്ക് പറയുന്നുണ്ട്, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അവர்கள் എത്ര വലിയ ബുദ്ധിമാനാണ്, അദ്ദേഹം എത്ര വലിയ അറിവുള്ളയാളാണ്. മാസാലൻ നുദറാഉ യഖ്തലിഫൂൻ, പണ്ഡിതന്മാർ പണ്ട് കാലം മുതലേ ഇഖ്തിലാഫായി മുന്നോട്ട് പോകുന്നു. അഭിപ്രായ വ്യത്യാസം ഇന്നോ ഇന്നലെ ഉള്ളതല്ല, പഴയ കാലം മുതൽക്കേ ഉണ്ട്. ഇമാം ഷാഹു വലിയുല്ലാഹ് ദഹ്ലവി പറയുന്നുണ്ട്, സഹാബാക്കൾ താബീങ്ങൾ ഇവർ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവരിൽ സ്ത്രീയെ തൊട്ടാൽ വുളു മുറിയുമെന്ന് പറയുന്നവരും ഇല്ല എന്ന് പറയുന്നവരുമുണ്ട്. ബിസ്മി ഉറക്കെ ഓതണമെന്ന് പറയുന്നവരും പതുക്കെ ഓതണമെന്ന് പറയുന്നവരുമുണ്ട്. ഫാത്തിഹ ഓതൽ നിർബന്ധമാണെന്ന് പറയുന്നവരും അല്ല എന്ന് പറയുന്നവരുമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഇഖ്തിലാഫുകൾ ഉണ്ടായിട്ടും അവരെല്ലാവരും പരസ്പരം തുടർന്ന് നമസ്കരിച്ചു. അവർക്കിടയിൽ ഒരു തരത്തിലുള്ള ഭിന്നിപ്പുകളും ഉണ്ടായില്ല. അഖീദയിൽ മാതുരീദി മദ്ഹബുകാരനാണ് മുല്ല അലി അൽ ഖാരി റഹിമഹുല്ലാഹ്. അദ്ദേഹം അഖീദയിൽ മാതുരീദി മദ്ഹബിലായിരുന്നിട്ടും മഹാനായ അഖീദയിൽ ഹംബലി മദ്ഹബുകാരനായിരുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവരുകളെ വളരെ പുകഴ്ത്തി പറയുന്നുണ്ട്. വകാന മിൻ അഹ്ലി സുന്ന വമിൻ ഔലിയായി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളുകളാണ് അദ്ദേഹവും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇമാം ഇബ്നുൽ ഖയ്യിം എന്ന് അഖീദയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ട് പോലും മഹാനായ മുല്ല അലി അൽ ഖാരി റഹിമഹുല്ലാഹ് അവറുകൾ അദ്ദേഹത്തിൻ്റെ മിഷ്കാത്തിൻ്റെ ഷറഹിൽ എഴുതി വെച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവറുകൾ അശ്അരികളെ, മാതുരീദികളെ, അതുപോലെ പല വിഭാഗങ്ങളെയും അഖീദയിൽ വളരെയധികം വിമർശിച്ചയാളാണ്. ഇങ്ങനെ കഠിനമായി അഖീദയിൽ ബിദ്അത്ത് വന്ന ആളുകളെ കഠിനമായി വിമർശിക്കുന്ന ഘട്ടത്തിൽ പോലും ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവറുകൾ പറയുന്നുണ്ട്, ഈ പറയുന്ന ബിദ്അത്തുകൾ ജീവിതത്തിൽ അഖീദയിൽ ആദർശത്തിൽ ബിദ്അത്ത് വന്നുപോയ ആളുകളിൽ പലരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളുകളായിരിക്കും. അവർക്ക് അബദ്ധത്താൽ വ്യാഖ്യാന പിഴവുകളാൽ അവരിൽ പലവിധത്തിലുള്ള ബിദ്അത്തുകൾ വന്നുപോയതാണ്. അവരിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഉണ്ടാകും എന്ന് മഹാനായ ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവറുകൾ എഴുതി വച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ പണ്ഡിതന്മാർ എല്ലാ വിഷയത്തിലും വിശാലത കാണിച്ചവരാണ്. നമ്മുടെ നാട്ടിലെ മുഴുവൻ സംഘടനകളോടും അവർ ആദർശപരമായി നമ്മുടെ എത്ര മാത്രം വിയോജിപ്പുണ്ടായിരുന്നാലും നമുക്ക് അവരോടെല്ലാം ഈ വിശാലത കാണിക്കാൻ സാധിക്കണം. നമുക്ക് അഖീദയിൽ കൃത്യമായൊരു മദ്ഹബുണ്ട്. നമ്മുടെ അഖീദയിലെ നമ്മുടെ മദ്ഹബ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച മദ്ഹബാണ്. സഹാബത്ത് നമ്മളെ പഠിപ്പിച്ച അഖീദയാണ്. സലഫുകൾ നമ്മളെ പഠിപ്പിച്ച അഖീദയാണ്. അഖീദയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിച്ചത്. അഖീദയാണ് ഇമാം അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ് അവർ നമ്മളെ പഠിപ്പിച്ചത്. അഖീദയിലാണ് മാ അന അലൈഹി വസ്ഹാബി. നമ്മുടെ അഖീദ ഏതാണെന്ന് ചോദിച്ചാൽ ഞാനും എൻ്റെ സഹാബത്തും ഏത് പാതയിലാണോ ആ പാത, അതാണ് അഹ്ലുസ് സുന്നയുടെ പാത എന്ന് പറയുന്നത്. ആ അഖീദയാണ് നമ്മുടെ അഖീദ. കർമ്മശാസ്ത്രത്തിൽ നമ്മളുടെ സ്ഥാപനം മുറുകെ പിടിക്കുന്നത് ഷാഫിഈ മദ്ഹബാണ്. അതേസമയം 4 മദ്ഹബും സത്യത്തിൻ്റെ പാതയിലാണ്. എല്ലാവരും ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ശരി കണ്ടെത്താൻ ശ്രമിച്ചവരാണ്. എല്ലാ മദ്ഹബും ശരിയായ പാതയിലാണ് എന്ന് നമ്മൾ
അഭിപ്രായപ്പെടുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ജീർണതകളിൽ നിന്നും തീവ്രതകളിൽ നിന്നും മുക്തമായ മധ്യമമായ പാതയായിരിക്കണം നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അതുകൊണ്ട് അൽനൂറിനെ ഈ സമൂഹത്തിന് മുന്നിൽ വെക്കാനിരിക്കുന്ന ആദർശം ഈ പറയുന്ന മിതമായ ആദർശമാണ്. എല്ലാവരോടും സ്നേഹത്തോടുകൂടി, സഹവർത്തിത്വത്തോടുകൂടി, സഹിഷ്ണുതയോടുകൂടി, സ്നേഹത്തോടുകൂടി പെരുമാറുക. നമുക്കൊരു കൃത്യമായ ആദർശമുണ്ടാകും. ആദർശം നമ്മൾ മുറുകെ പിടിക്കണം. അത് മുറുകെ പിടിക്കുമ്പോഴും നമ്മുടെ വിയോജിപ്പുള്ള മുഴുവൻ ആളുകളോടും, മുഴുവൻ സഹോദരങ്ങളോടും സ്നേഹത്തോടെ വർത്തിക്കാൻ നമുക്ക് സാധിക്കണം. സമൂഹത്തിൽ ഒരുപാട് ഇരുട്ടുകളുണ്ട്. അധാർമികതയുടെ, അജ്ഞതയുടെ, അക്രമത്തിൻ്റെ, അനീതിയുടെ പലതരത്തിലുള്ള ഇരുളുകളുണ്ട്. ഈ പറയുന്ന എല്ലാ ഇരുളുകളിലും പ്രകാശമായി മാറാൻ അൽനൂറിൻ്റെ സന്തതികൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ കർത്തവ്യം ഈ സദസ്സിൽ സ്വാഗതം പറയുകയാണ്. നമ്മുടെ ഈ സമാപന സമ്മേളനത്തിന് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ബഹുമാനനായ ചെയർമാൻ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ഉസ്താദ് മുഹമ്മദ് അബ്ദുൽ ഖാദർ ചെമ്പരിക്ക അവർകളാണ്. അതുപോലെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രഗത്ഭ വാഗ്മിയും പണ്ഡിതനുമായ ഉസ്താദ് അലിയാർ ഖാസിമി അവർകളാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് EP അബൂബക്കർ ഖാസിമി അവർകളാണ്. എല്ലാവർക്കും, അതുപോലെ നമ്മുടെ ഈ സമാപന സമ്മേളനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, രക്ഷിതാക്കൾക്കും, നാട്ടുകാരെയും എല്ലാവരെയും ഈ ഒരു മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനത്തെ കബൂലാക്കുമാറാവട്ടെ, നമ്മുടെ വിദ്യാർത്ഥികളെ കബൂലാക്കുമാറാകട്ടെ. അൽനൂറിനെ അല്ലാഹു തആല ഇനിയും ഉയരങ്ങളിലേക്ക്, എല്ലാ രംഗങ്ങളിലും ഉയരങ്ങളിലേക്ക് അല്ലാഹു നയിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.